സംസ്ഥാനത്തെ ഈ ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങളിൽ തീരുമാനം വൈകുന്നു എന്നതാണ് ആ വാർത്ത. കഴിഞ്ഞ ദിവസം ചേർന്ന UDF ഘടകകക്ഷി യോഗത്തിലും തീരുമാനം ഉണ്ടായില്ല. നിലവിലെ ഭരണസമിതി സ്വയം രാജിവെച്ച് പോകുമ്പോഴും എപ്പോഴാണ് കൃത്യമായി പിരിഞ്ഞു പോകണമെന്ന് പറയുമ്പോഴും നിയമനങ്ങൾ എപ്പോഴുണ്ടാകുമെന്ന കാര്യത്തിൽ UDFന് ഉത്തരം നൽകാനാകുന്നില്ല. ശാലിനിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. ശാലിനി, എന്തായാലും കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിലും ഒരു തീരുമാനമെടുക്കാനായിട്ടില്ല. എന്താണ് അതിന് പറയുന്ന കാരണം? എപ്പോഴേക്കാകാനാണ് സാധ്യത? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ആര്യശ്വതി, UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം 2 മാസങ്ങൾക്ക് ശേഷമാണ് ആദ്യ UDF യോഗം ഘടകകക്ഷികളുമായി ഇന്നലെ ക്ലിഫ് ഹൗസിൽ ചേർന്നത്. ഈ യോഗത്തിലും കാര്യമായ രീതിയിൽ ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ബോർഡുകൾ, കോർപ്പറേഷനുകളിലൊക്കെ തന്നെ നാഥനില്ലാതെ കിടക്കുന്ന സാഹചര്യം, പലരും സ്ഥാനം ഒഴിയാതെ നിൽക്കുന്ന സാഹചര്യം. അപ്പോൾ അവിടേക്ക് പുതിയ നിയമനങ്ങൾ ആരൊക്കെ വേണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും UDFിലെ ഘടകകക്ഷികൾക്കുള്ളിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല MLA-മാരും ഒപ്പം തന്നെ മുതിർന്ന നേതാക്കന്മാരും ഒക്കെ ക്യാബിനറ്റ് റാങ്കോടെ പല ഉന്നത സ്ഥാനങ്ങളും പ്രതീക്ഷിച്ച് നിൽപ്പുണ്ട്. പല ബോർഡുകളുടെയും ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ മോഹിച്ച് നിൽപ്പുണ്ട്. ഇത് പരസ്യമായും രഹസ്യമായും ഒക്കെ മറ്റ് നേതാക്കന്മാരുടെ അരികിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഇതൊക്കെ ഇന്നലത്തെ യോഗത്തിൽ ചർച്ചയായതാണ്. പക്ഷേ കാര്യമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിട്ടുള്ള അടൂർ പ്രകാശിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDFിന്റെ കൺവീനർ കൂടിയായിട്ടുള്ള MP അടൂർ പ്രകാശ് വ്യക്തമായൊരു ഉത്തരം ഈ നിയമനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഉടനെ തന്നെ ചർച്ചകൾ ആരംഭിക്കും, നിയമനങ്ങൾ നടക്കും, സ്ഥാനത്തിലേക്ക് ആളുകൾ വരും എന്നുള്ള ഒരു മറുപടിയാണ് അടൂർ പ്രകാശിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ പല ഘടകകക്ഷികളും കീ പോയിന്റുകൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി കസേരയ്ക്കും തൊട്ടു പിന്നാലെ തന്നെ KPCC അധ്യക്ഷൻ കൂടാതെ മറ്റ് പല സ്ഥാനമാനങ്ങളിലും പ്രതീക്ഷിച്ചുള്ള ചർച്ചകൾ UDFിനുള്ളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മാരത്തോൺ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മന്ത്രിസ്ഥാനമൊക്കെ വീതിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ദിവസങ്ങൾ നീണ്ട മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് KSFDC, ഒപ്പം തന്നെ KTDC, KSRTC, KSFE തുടങ്ങിയുള്ള പല കോർപ്പറേഷനുകളുടെയും നിയമനം ഇങ്ങനെ നീളുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ചലച്ചിത്ര അക്കാദമി ഉൾപ്പെടെയുള്ള പല പ്രധാനപ്പെട്ട സ്ഥലത്തേക്കും നിയമനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഡിസംബറിൽ IFFK അടക്കമുള്ള ചലച്ചിത്ര മേളകൾ ആരംഭിക്കാനിരിക്കുന്നുണ്ട്. ആ സമയത്തും ഒരു നാഥനില കളരിയായി ചലച്ചിത്ര മേഖലയും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമനം വേഗത്തിലാക്കണമെന്നൊരാവശ്യം പല ഘടകകക്ഷി നേതാക്കളും മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ആരൊക്കെ ഏതൊക്കെ സ്ഥാനത്തേക്ക് വേണം അല്ലെങ്കിൽ വരണം, അതായത് ഒരേ സ്ഥാനത്തിന് വേണ്ടി 2 പേരും 3 പേരും ഒക്കെ ഇപ്പോൾ തന്നെ കടുംപിടുത്തം തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഈ ചർച്ചകൾ നീണ്ടുപോകാൻ കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും UDFിന്റെ ആദ്യ യോഗത്തിലും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു ഈ വിവിധ കോർപ്പറേഷനുകളിലെ ചെയർമാൻമാരെയും വൈസ് ചെയർമാൻമാരെയും നിയമിക്കുക, അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ എന്തായാലും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അടക്കം ചേർന്ന UDF യോഗം ഒരു പരിഹാരം കാണാതെ പിരിഞ്ഞ സാഹചര്യമാണ് ഇന്നലെ ക്ലിഫ് ഹൗസിൽ കാണാൻ സാധിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ മാരത്തോൺ ചർച്ചകൾക്കൊടുവിലായിരിക്കും ഇത്തരത്തിലുള്ള നിയമനങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. അശ്വതി, ആര്യ.